ഉൾപ്പെടെയുള്ള 5 ലോകരാജ്യങ്ങളുടെ അന്താരാഷ്ട്ര കൂട്ടായ്മയായുള്ള ബ്രിക്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ 5 രാജ്യങ്ങളാണ് ബ്രിക്സിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 2009 ബ്രിക് ആരംഭിക്കുകയും ശേഷം 2010 സൗത്ത് ആഫ്രിക്കയുടെ ആഗമനത്തോടു കൂടി ബ്രിക്കിൽ നിന്നും ബ്രിക്സിലേക്ക് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പ്രധാന പർപ്പസ് സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക സഹകരണം വർദ്ധിപ്പിക്കുക, IMF, വേൾഡ് ബാങ്ക്, UN തുടങ്ങിയ ആഗോള ഭരണ സ്ഥാപനങ്ങൾ പരിഷ്കാരം കൊണ്ടുവരിക, ഡെവലപ്പിംഗ് കൺട്രീസിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക, ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ്, സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്നിവ വലിയ സ്വാധീനം ചെലുത്തുക. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന പർപ്പസ് എന്നുള്ളത്. ബ്രിക്സിൽ ഏറ്റവും പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ ലോക ജനസംഖ്യയുടെ ഏകദേശം 40% ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നാണ്. മാത്രമല്ല ലോക GDPയുടെ ഏകദേശം 25-30% ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നാണ്. ആഗോള വ്യാപാരത്തിലും പ്രകൃതി വിഭവങ്ങളും ഇത് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. 2009 റഷ്യയിൽ വെച്ചിട്ടായിരുന്നു ബ്രിക്കിന്റെ ആദ്യ ഉച്ചകോടി. ശേഷം 2010 ബ്രിക്കിൽ നിന്നും ബ്രിക്സിലേക്ക് മാറിയതിനു ശേഷം ബ്രസീലിൽ വെച്ചിട്ടായിരുന്നു ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നത്. 17ാം ഉച്ചകോടി 2025 ജൂലൈ 6-ാം തീയതി ബ്രസീലിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി വരാൻ പോകുന്ന 18ാം ഉച്ചകോടി ഇന്ത്യയിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 2023 വിപുലീകരണത്തിലൂടെ കൂടി സൗദി അറേബ്യ, ഇറാൻ, എത്യോപ്യ, UAE അതുപോലെ തന്നെ ഈജിപ്ത് എന്നീ 5 രാജ്യങ്ങളും പുതിയതായി കൂടിച്ചേർന്നു. അർജന്റീന ആദ്യം ചേർന്നുവെങ്കിലും പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തിട്ടുള്ളത്. 2025 കൂടി സൗദി അറേബ്യയും അതുപോലെ തന്നെ ഇന്തോനേഷ്യയും അംഗങ്ങളായി മാറുകയും ചെയ്തു. ഇപ്പോൾ 11 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ബ്രിക്സ് എന്നുള്ളത്.